നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ മോള് ഒരിക്കലും ആ സത്യം അറിയാൻ പോകുന്നില്ല. അറിയിക്കില്ല, ഞാൻ അറിയിക്കില്ല. ചേച്ചിക്ക് അറിയിക്കാതിരിക്കാൻ പറ്റുമായിരിക്കും. മഴ മോളെ സത്യങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു പിടിക്കാം. സത്യം പറയാൻ സാധ്യതയുള്ളവരുടെ അരികിലേക്ക് വിടാതെ ഇരിക്കാം. കാർത്തിക് കടലിൽ പെട്ടതുകൊണ്ട് അത് പേടിക്കണ്ട, തിരിച്ചുവരവ് ഉണ്ടാവില്ല. പക്ഷേ എന്നെങ്കിലും ഞാൻ മടങ്ങി വരുമെന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ട് പോയ വൈഗ മാഡത്തിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. നീ എന്താ ഉദ്ദേശിച്ചത്? ചേച്ചി, എന്നെങ്കിലും വൈഗ മാഡം തിരികെ വന്ന് എന്റെ മോളെ തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ട ചേച്ചി എന്ത് ചെയ്യും? അങ്ങനൊന്നും ഇനി ആരും വരാൻ പോകുന്നില്ല. വർഷം ഇപ്പൊ 5 കഴിഞ്ഞു, ആരും വന്നില്ലല്ലോ. വരണമെങ്കിൽ ഇതിനു മുമ്പ് വന്നേനെ. ഇനി മഴ എന്റെ മാത്രമാ, എന്റേതാ. ഞാൻ എന്റെ ഒരു പേടി പറഞ്ഞതാ ചേച്ചി. വെറുതെ ആരും പേടിക്കണ്ട. എന്റെ മോളെ ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല. അമ്മയോ അച്ഛനോ ആരോ വരട്ടെ, ആര് വന്നാലും കൊടുക്കില്ല. ആര് വന്നാലും, കേട്ടോ? അച്ഛമ്മേ, എടാ, ഒരു ദോശ കൂടി വെക്കട്ടെ? വേണ്ട അച്ഛാ, മതി. എന്നാ കഴിക്കും. അച്ഛാ, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആ, എന്താ എല്ലാ കുട്ടികളും ഒരേ കളറായി പോയത്? ബെസ്റ്റ്, നല്ല സംശയം. എന്താ എന്റെ സംശയത്തിന് കുഴപ്പം? എടാ, ഒരേ കളറിൽ വരുന്നതിനല്ലേ യൂണിഫോം എന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ എല്ലാവർക്കും റെഡോ ബ്ലൂവോ ഒക്കെ ആക്കി കൂടെയിരുന്നു. ഓരോ ദിവസം ഓരോ കളറ്. അത് നല്ലതാ, നല്ല ഐഡിയ. നിന്റെ അച്ഛനെ വിദ്യാഭ്യാസ മന്ത്രി ആവട്ടെ, അപ്പൊ നമുക്ക് മാറ്റാം. അച്ഛൻ വിദ്യാഭ്യാസ മന്ത്രി ആവുമ്പോഴേ അത് മാത്രമല്ല മാറ്റേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അത്രയ്ക്ക് കുരുത്തക്കേടാ. അത്യാവശ്യം കുരുത്തക്കിടക്കുണ്ടെങ്കിലല്ലേ കുട്ടിക്കാലാവുള്ളൂ. അല്ലേ പിന്നെ എന്തിനു കൊള്ളാം, അല്ലടാ? മോനെ, ഈ വയ്ക്കുന്ന ടിഫിനൊന്നും കൊണ്ട് കളയരുതേ, കൃത്യമായിട്ട് കഴിക്കണേ, പാഴാക്കരുതേ. ഒന്നും പാഴാക്കില്ല. അമ്മൂമ്മ കുറച്ചും കൂടെ വെച്ചേക്കണേ. തന്നു വിടുന്നതേ കഴിക്കാറില്ല, അപ്പഴാ ഇനി കുറച്ചുകൂടി. കുറച്ചും കൂടെ വെക്കാൻ പറഞ്ഞതേ എനിക്കല്ല, മഴയ്ക്കും കൂടെ കൊടുക്കാനാ. കൊള്ളാലോടെ നീ. ഒരാൾക്കും ഒരു വക കൊടുക്കാത്ത നീ മഴയ്ക്ക് വേണ്ടി ഇവിടുന്ന് ടിഫിൻ കൊണ്ട് പോകുന്നോ? അതെന്താന്നറിയോ അച്ഛാ? അവളെ പാവ, അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ഇതിന് നിറച്ചു വെച്ചിട്ടുണ്ട്, 2 പേരോട് ചേർന്ന് കഴിച്ചു തീർത്തോണം. മഴ എന്റെ കൂടെ ഇരിക്കുകയാണെങ്കിലേ ഞാനും കഴിക്കും, മഴയും കഴിക്കും, മൊത്തം കഴിക്കും. പോരെ? ആ അമ്മ, വൈകുന്നേരത്തെ മോനെ വിളിക്കാൻ അമ്മയൊന്ന് പോവോ? അല്ല, നീ ഇതെവിടെ പോവാ? എനിക്ക് വക്കീലിനെ ഒന്ന് കാണണം, പിന്നെ 1-2 കാര്യങ്ങളും ചെയ്യാനുണ്ട്. ചിലപ്പോ ഞാൻ ലേറ്റ് ആവും. എങ്കിൽ ഞാൻ പൊക്കോളാം. ഇന്ന് പേരന്റ് വന്ന് ടീച്ചറിനെ കാണുമെന്ന് പറഞ്ഞിരിക്കുക. ഓ, അത് ഞാൻ മറന്നു. അമ്മ കുറച്ച് നേരത്തെ വെക്കോ, ആ ടീച്ചറിനെ കൂടെ ഒന്ന് കണ്ടേക്ക്. ആ, അത് വേണ്ട. ടീച്ചറിനെ കാണാൻ അച്ഛൻ വന്നാ മതി. ഇന്ന് അച്ഛൻ വാ. ഈ അമ്മുമ്മ വന്നാലേ എന്നെ കുറിച്ച് ആവശ്യമില്ലാതൊക്കെ ടീച്ചറിനടുത്ത് പറഞ്ഞു കൊടുക്കും.
ഞാനൊന്നും പറയാൻ വരുന്നില്ല. നീ അച്ഛനെ കൊണ്ടങ്ങ് പോയാ മതി. ആ അത് മതി, അച്ഛൻ വന്നാ മതി. എടാ ഞാൻ ചിലപ്പോ ലേറ്റ് ആവും. അപ്പോഴേക്കും ടീച്ചർ പോവില്ലേ? ലേറ്റായ നാളെ കാണാം. അച്ഛനൊന്ന് നേരത്തെ വാ. ശരി, വൈകിട്ട് എന്തായാലും ഞാൻ തന്നെ വരാം. പറ്റിയ ടീച്ചറേയും കാണാം. നീ വേഗം കഴിക്കേ, വേഗം കഴിക്കേ, പോവാം. അത്യാവശ്യം ഇന്റീരിയർ വർക്കൊക്കെ കഴിഞ്ഞില്ലേ? റാക്കുകളെല്ലാം സെറ്റ് ചെയ്തു, സീലിംഗ് ചെയ്തു, കൗണ്ടർ കാര്യങ്ങളെല്ലാം റെഡിയായി. ഇന്ന് പോയി ലോഡ് എടുക്കണം. സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുമ്പോഴേക്കും നീയും കൂടെ ഒന്ന് വരണം. കടയുടെ ഉദ്ഘാടനം എന്നത്തേക്ക് ആലോചിക്കുന്നത്? ആദ്യം എല്ലാം ഒന്ന് ഒതുങ്ങി വരട്ടെ. പിന്നെ സുന്ദരിക്ക് സമയമുള്ള ഒരു ദിവസം നോക്കി നമുക്ക് ഉദ്ഘാടിക്കാം. മോളെ നിക്ക്. ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പാ, അതിൽ ഞാൻ കുളിക്കൂല. മോളെ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. സ്കൂളിൽ പോകാനുള്ളതാ. വന്ന് കുളിച്ചേ ഇങ്ങോട്ട്. മോളെ ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കൂലെന്ന് അച്ഛമ്മയോട് പറഞ്ഞതല്ലേ. കൊച്ചേ, അത് സത്യമായിട്ടും തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളമാ. ദേ മാലിന്യ ആന്റിയാ ചൂടാക്കി വെച്ചത്. സത്യമായിട്ടും അത് ചൂടുവെള്ളമല്ല. മാലിന്യ എന്റെ ചൂടാക്കി വച്ചിട്ടില്ല. ഞാൻ ചൂടാക്കിയതല്ലേ. ചെല്ലു മോളെ, ചെന്ന് കുളിച്ചേ. ഇനിയിപ്പോ എപ്പോഴാ സ്കൂളിൽ പോകുന്നേ? വേഗം അച്ഛമ്മയുടെ കൂടെ പോയി കുളിക്കേ. ആ തണുത്ത വെള്ളത്തിൽ അച്ഛമ്മ കുളിച്ചോട്ടെ. മോക്ക് പച്ചവെള്ളത്തിൽ കുളിച്ചാ പനി വരും. അച്ഛമ്മ, ആ വെള്ളത്തിന് ചൂടില്ലേ? ചൂടുണ്ടോന്ന് ചോദിച്ചാ അത് പൈപ്പിൽ നിന്ന് പിടിച്ചപ്പോ ചൂടുണ്ടായിരുന്നു. പിന്നെ എണ്ണയൊക്കെ തേച്ച് വന്നപ്പോ അതങ്ങ് തണുത്തുപോയി. കണ്ടില്ലേ, ഈ അച്ഛമ്മ പറയുന്ന കേട്ടോ. ഓ, അച്ഛമ്മ പറയുന്ന കേൾക്കാനൊന്നുമില്ല. ആ വെള്ളത്തിന് ചൂടൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നേ. ഓ, എന്റെ മോളെ, ഈ വയസ്സുകാലത്ത് എന്നെ ഇങ്ങനെ ഓടിക്കല്ലേ. ഇതുപോലെ കുരുത്തം കെട്ടൊരു കൊച്ച് ഇപ്പൊ നോക്കിക്കോ. ഇങ്ങു വരാൻ. ഞാൻ കുളിക്കാൻ വരൂല. ഞാൻ പറയുന്നു ഒന്ന് കേക്ക് മോളെ. ദേ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്താ മോളെ ഈ കാണിക്കുന്നത്? അച്ഛമ്മയിട്ട് ഓടിക്കുന്നത് ശരിയാണോ? ചെന്ന് കുളിച്ചേ. ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പ്, ഐസ്ക്രീം പോലെ ഇരിക്കുന്നു. ഞാൻ വരാം. അത്രയ്ക്ക് തണുപ്പാണെങ്കിലേ ഞാൻ വേറെ വെള്ളം ചൂടാക്കി തരാം. പോരെ? ആദ്യം വെള്ളം ചൂടാക്കി വെക്ക്, എന്നിട്ട് ഞാൻ വരാം. മോള് മാലിന്യ ആന്റിയുടെ കൂടെ ചെന്നേ, വെള്ളം ചൂടാക്കി തരും. വൈകുന്നേരം സ്കൂളിൽ വിളിക്കാൻ വരണോ? ആ അത് വേണം. ഐസ്ക്രീം വാങ്ങിച്ചു തരണോ? അതും വേണം. എങ്കി ചെല്ല്, വേഗം ചെന്ന് കുളിക്കാം. എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്നറിയോ എന്നെ ഒന്ന് കുളിപ്പിച്ചു തരാൻ. മാലിന്യ ആന്റിയും കേക്കൂല, അച്ഛമ്മയും കേക്കൂല. ഒന്ന് വരുന്നുണ്ടോ കുളിപ്പിക്കാൻ? എന്തൊരു സ്വഭാവമാടി മോളെ ഇത്. മാലിനി, നീ കൂടുന്ന ചെല്ല്. അച്ഛമ്മയ്ക്ക് ഹീറ്റർ ഒന്നും ഉപയോഗിക്കാൻ അറിയില്ല. അതാ. ഞാൻ നോക്കാം. ദേ, ഞാൻ ഇറങ്ങാണേ. ആ ശരി ചേച്ചി. വിനീതേട്ടായി, ഞാനെന്ന് ഇറങ്ങട്ടെ. സുന്ദരി ഒന്ന് വന്നേ. കടയുടെ പണിയൊക്കെ ഏകദേശം കഴിയാറായി. ഉദ്ഘാടക എന്നത്തേക്കാ ഒന്ന് ഫ്രീ ആവുക? എന്നത്തേക്ക് വേണമെങ്കിലും വെച്ചോ. എന്തായാലും ഒരു ജോൽസിനെ കണ്ട് സമയം നോക്കണം, എന്നിട്ട് തീരുമാനിച്ചാ മതി. അപ്പോ ഏത് ഡേറ്റ് ആയാലും കളക്ടർ എത്തോ? എന്റെ വിനീതേട്ടായുടെ കട ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് ഡേറ്റ് ഇല്ലാതിരിക്കോ? ഞാൻ ഇറങ്ങട്ടെ വിനീതേട്ടായി.